ഹേ ഫിലിമേഴ്സ്, അങ്ങനെ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളൊക്കെ ഒന്ന് വീണ്ടും സജീവമാകുകയാണ്. മലയാളത്തിൽ നിന്ന് തന്നെ 2 സിനിമകളാണ് ഈ ആഴ്ച പ്രദർശനത്തിനുള്ളത്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ആട് 3യുടെ പാർട്ട് 1ഉം, അതുപോലെ തന്നെ ധ്യാനും വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ നായകനായി വരുന്ന ഭീഷ്മർ. പിന്നെ ബോളിവുഡിൽ നിന്നും ഒരു കിടിലൻ പടം ഇറങ്ങിയിട്ടുണ്ട്, ദുരന്തറിൻ്റെ പാർട്ട് 2 റിവെഞ്ചാണ് ബോളിവുഡിൽ നിന്ന് വന്ന മെയിൻ ഒരു റിലീസ്. പിന്നെ തമിഴിൽ നിന്നും ഒരു ഫിലിം കൂടി വന്നിട്ടുണ്ട്, യൂത്ത് എന്ന് പറഞ്ഞൊരു ഫിലിം. അതിലൊരു പുതുമുഖ നടനാണ് കെൻ എന്നാണ് പറയുന്നത്. പുള്ളി തന്നെയാണ് സംവിധായകനും നടനുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ ഈ ചാനലൊന്ന് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ കാണാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വിശേഷങ്ങൾ. അങ്ങനെ മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ ജയസൂര്യ നായകനായി വരുന്ന ആട് 3 പാർട്ട് 1 വളരെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ജയസൂര്യയുടെ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. അതുപോലെ തന്നെ മിഥുൻ മാനുവലും ജയസൂര്യയുടെ അവസാനമായി ഇറങ്ങിയത് എനിക്ക് തോന്നുന്നത് എന്താണ് സജി, കുഞ്ചാകോളൊപ്പം എന്താണ് സജി ആയിരുന്നു ലാസ്റ്റ് റിലീസ്. അതിനുശേഷം മിഥുൻ മാനുവലിൻ്റെ അവസാനം ഇറങ്ങിയത് ഓസ്കറിന് ശേഷം വരുന്നൊരു സിനിമയാണ്. മിഥുൻ മാനുവലിൻ്റെ ഇടയ്ക്കൊന്നൊരു ട്രാക്കൊക്കെ മാറിയെങ്കിലും പുള്ളി വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ് ആട് 3യുമായിട്ട്. പിന്നെ ജയസൂര്യയുടെ കാര്യം പറയാന്ന് വെച്ചാൽ കത്തനാറിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്നുണ്ട്, ഉടനെ തന്നെ റിലീസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ അടുത്തൊരു പടം കൂടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ ട്രാൽ എന്ന് പറഞ്ഞൊരു മൂവിയും കൂടിയും ജയസൂര്യയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആട് 3യെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആട് 1ലും 2ലും അതേ സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ഇതിലും വന്നിരുന്നത്. ജയസൂര്യ, വിനായകൻ, സൈജു കുറുപ്പ്, സണ്ണിവീൻ, ഇന്ദ്രൻസ്, വിജയ് ബാബു എന്നിവർ തന്നെയാണ് ഇതിലും സ്റ്റാർ കാസ്റ്റിങ്ങിലുള്ളത്. ഒരു ട്രെയിലർ കണ്ടിട്ട് ഒരു ആൻഷൻ സംഭവമൊക്കെ കുത്തിക്കയറ്റിയിട്ടുണ്ട്, അതെന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ എത്രത്തോളം കൺവിൻസിങ് ആണെന്ന് അറിയില്ല തിയേറ്ററിലൊക്കെ. അപ്പോൾ ഇന്നാണ് റിലീസ് പടത്തിൻ്റെ. റെസ്പോൺസൊക്കെ ചിലപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളും പടം കണ്ടെങ്കിൽ എൻ്റെ റെസ്പോൺസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. 2 മണിക്കൂർ 50 മിനിറ്റാണ് ആട് 3യുടെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. അത് കുറച്ച് ലെങ്തി ആയി തോന്നി. ഓൾറെഡി ദുരന്തർ 4 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ആട് 3ക്കും ഒരു ഇത്രയും ലെങ്തി ഒരു ഡ്യൂറേഷൻ വരുന്നത്. തിയേറ്റർക്കാരെ സംബന്ധിച്ച് കുറച്ച് നെഗറ്റീവായൊരു കാര്യമാണ്. കാരണം അവർക്ക് ഇത്രയും ലെങ്ത്തിൽ പടം ഓടിക്കുമ്പോഴുള്ള നഷ്ടം അവർ സഹിക്കുന്നു. എന്നാലും ഇത്രയും ഒരു ഹൈപ്പഡ് ആയിട്ടുള്ള 2 മൂവീസാണ്. അത്യാവശ്യം അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയ മൂവീസ് തന്നെയാണ് ആട് 3യും ദുരന്തറും. പിന്നെ മലയാളത്തിൽ നിന്ന് മറ്റൊരു ഫിലിം വരുന്നത് ഭീഷ്മറാണ്. ധ്യാൻ ശ്രീനിവാസൻ, ആഘോഷത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ മാജിക് മഷ്റൂമിന് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനും സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നൊരു ഫിലിം കൂടിയാണ് ഇത് ഭീഷ്മർ. അങ്ങനെ ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് ഇതിൻ്റെ ഒരു സംവിധായകൻ. പുള്ളിയുടെ അവസാന പടം ചിത്തിനിയായിരുന്നു. ചിത്തിനിക്ക് ശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്നൊരു ഫിലിമാണ് ഭീഷ്മർ. ഇതിൽ ഇന്ദ്രൻസും ദിവ്യ പിള്ളയും അതുപോലെ തന്നെ സെന്തിൽ കൃഷ്ണയും കാസ്റ്റുകളായിട്ട് വരുന്നത്. ഒരു അഡ്വഞ്ചർ കോമഡി ഡ്രാമ ത്രില്ലർ മൂവിയാണ്. എത്രത്തോളം അടിപൊളിയാണെന്ന് അറിയില്ല. നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. 2 ഹവർ 22 മിനിറ്റാണ് അതിൻ്റെ ഒരു റണ്ണിങ് ടൈം വരുന്നത്. നാളെയാണ്, അതായത് 20-ാം തീയതിയാണ് ഈ ഭീഷ്മറിൻ്റെ റിലീസ് വരുന്നത്. പിന്നെ അടുത്തത് ബോളിവുഡിൽ നോക്കിക്കഴിഞ്ഞാൽ ദുരന്തർ പാർട്ട് 1ൻ്റെ സീക്വൽ വരുന്ന പാർട്ട് 2 റിവെഞ്ച് പെയ്ഡ് പ്രീമിയർ ഇന്നലെ ആയിരുന്നു. 5 മണിക്കായിരുന്നു ആദ്യ ഷോസ് മിക്ക തിയേറ്ററിലും കളിച്ചത്. നല്ല റെസ്പോൺസാണ്, ഹെവി റെസ്പോൺസാണ് ദുരന്തർ 2-ന്. അതായത് ഫസ്റ്റിനേക്കാളും അടിപൊളിയുണ്ടെന്ന് എല്ലാവരും പറയുന്നത്. കുറച്ച് വയലൻസ് അധികമുള്ളൊരു സീൻസൊക്കെ ദുരന്തർ 2-ലുണ്ട്. 3 മണിക്കൂർ 50 മിനിറ്റാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ. ഫസ്റ്റ് പാർട്ട് ഏകദേശം ഈ ഒരു ലെങ്ത് തന്നെ ഉണ്ടായിരുന്നു, 3.25 മണിക്കൂറൊക്കെ ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ പടത്തിനെ സംബന്ധിച്ച് ആ ഒരു ലെങ്ത്തൊന്നും അത്ര ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അങ്ങനെ കണ്ടുപോകും. അമ്മാതിരി സംഭവങ്ങളാണ് ചെയ്തു വെച്ചത്. സെക്കൻഡ് പാർട്ടും അടിപൊളി തന്നെയാണ്, നല്ല റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ദുരന്തർ കണ്ടുകൊണ്ടെങ്കിൽ ആ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് തമിഴിൽ നിന്നൊരു ഫിലിമുണ്ട്, യൂത്ത് എന്ന് പറഞ്ഞൊരു ഫിലിം. അതിൽ കെൻ കരുണാസാണ് സംവിധായകൻ. അവൻ തന്നെയാണ് അതിൻ്റെ നായകനായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ അനീഷ അനിൽകുമാർ, മലയാളം ആക്ടറായ അനീഷ, മലയാളി. മറ്റേ ഇതിൽ മറ്റന്ന മാസത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തിറങ്ങിയ റോസ്ലിനിലെ നടിയായ അനീഷ അനിൽകുമാറാണ് ഈ ഇതിലും യൂത്തിലും കാസ്റ്റായി വന്നിരുന്നത്.
ഒരു റൊമാൻറ്റിക് കോളേജ് ഒരു സെറ്റപ്പ് പടമാണ്. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ പടം ഇഷ്ടമാണെന്ന് ചെയ്യുന്നു. അപ്പോൾ ഈ ആഴ്ച കുറച്ചുകൂടി തിയേറ്ററുകൾക്ക് ഉണർവ് നൽകുന്ന ഒരുപിടി സിനിമകളാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയി കാണാം, തിയേറ്ററിൽ പോയി തന്നെ സിനിമകൾ കണ്ട് ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായും ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച ഇറങ്ങുന്ന സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.